ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിലകെട്ടവ പറയാതെ സത്യം മാത്രം സംസാരിച്ചാൽ നിന്റെ നാവിനെ ഞാൻ എൻ്റെ നാവാക്കി മാറ്റും. ജെറമ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. ദൈവമായ കർത്താവ് ജെറമ്യായോട് പറഞ്ഞു, വിലകെട്ടവ പറയരുത്, സത്യം മാത്രമേ സംസാരിക്കാവൂ, കാരണം ദൈവം സത്യമാണ്. സത്യം മാത്രം നീ സംസാരിച്ചാൽ നിന്റെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറുമെന്ന്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനം. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം നിറയ്ക്കണം, ജനം പ്രബോധനം തേടി അവൻ്റെ അടുത്ത് വരണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. മലാക്കി പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഒരു പുരോഹിതൻ്റെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണ്. പുരോഹിതൻ്റെ അധരത്തിൽ ജ്ഞാനം നിറയ്ക്കണം. ദൈവജനം പ്രബോധനം തേടിയാണ് അവനെ അന്വേഷിച്ച് കടന്നു വരേണ്ടത്. വീണ്ടും നമ്മൾ കാണുന്നത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ്. നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്നും നിന്നെ ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്നും നിന്നെ ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള 1-2 ചിന്തകൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുകയാണ് ഈ വചനം തിരുവചനം ഈ പ്രോഗ്രാമിലൂടെ. കത്തോലിക്ക സഭ 1965 രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സമാപന സമയത്ത് വൈദിക ധർമ്മവും പുരോഹിത ജീവിതവും എന്ന് പറയുന്ന ഒരു പ്രമാണരേഖ ഇറക്കിയിട്ടുണ്ട്. ആ പ്രമാണരേഖയാണ് വൈദിക ജീവിതത്തിൻ്റെ, പൗരോഹിത്യ ജീവിതത്തിൻ്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് ഒരു പുരോഹിതൻ ആരായിരിക്കണം, ഒരു പുരോഹിതൻ്റെ ദൗത്യം എന്തായിരിക്കണമെന്ന് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും സഭാപ്രബോധനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വീണ്ടും പൗരോഹിത്യ ധർമ്മത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ, വെല്ലുവിളികൾ ഉയരുമ്പോൾ വീണ്ടും ഒന്നുകൂടി വചനത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഈ സംഭവങ്ങളും സാഹചര്യങ്ങളുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രമാണരേഖ വ്യക്തമായിട്ട് പറയുകയാണ്, പൗരോഹിത്യ ധർമ്മം മധ്യസ്ഥ ധർമ്മമാണ്. പുരോഹിതൻ മധ്യസ്ഥനാണ്. ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ മധ്യസ്ഥത്തിൽ പങ്കുചേരുകയാണ് പുരോഹിതനും. അതുകൊണ്ട് പുരോഹിത ദൗത്യം എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റിംഗ് മിഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർസെസറി മിഷനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ജനത്തിലേക്കും ജനത്തെ ദൈവത്തിലേക്കും കൊണ്ടുവരുന്ന മധ്യസ്ഥൻ്റെ റോളിലാണ് ഒരു പുരോഹിതൻ നിൽക്കേണ്ടി വരുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം ജനത്തിലേക്ക് ഒഴുകി വരുന്ന പുഴയായി മാറുകയാണ് പുരോഹിത ദൗത്യമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലങ്ങളിലൊക്കെ വൈദികരെ ഉപദേശിക്കുകയുണ്ടായി. സഭയുടെ പ്രമാണരേഖ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒന്ന്, പുരോഹിത ദൗത്യം മധ്യസ്ഥ ദൗത്യമാണ്. ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിലാണ് ഈ പുരോഹിതൻ്റെ നെസസറി സ്പേസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും നിൽക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ പുരോഹിതൻ നിൽക്കേണ്ട സ്ഥലം ദൈവത്തിൻ്റെയും ജനത്തിൻ്റെ ഇടയിലാണ്. എന്തിനാണ് ദൈവം അവിടെ നിർത്തിയിരിക്കുന്നത്? പഠിപ്പിക്കാനും നയിക്കാനും വിശുദ്ധീകരിക്കാനും. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് 16 കൃത്യമായിട്ട് പൗരോഹിത്യത്തെ ഡിഫൈൻ ചെയ്തത്, പൗരോഹിത്യ ജീവിതത്തെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചത്. പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അധ്യാപകനാണ്, ടീച്ചർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. പുരോഹിതൻ ദൈവവചനത്തിൻ്റെ അധ്യാപകനാണ്, വിശുദ്ധ രഹസ്യങ്ങളുടെ കാര്യസ്ഥനാണ്, അതോടൊപ്പം തന്നെ സഭാസമൂഹത്തിൻ്റെ ബിൽഡറാണ്. ബിൽഡർ ഓഫ് ദി എക്ലേസിയൽ കമ്മ്യൂണിറ്റി, മിനിസ്റ്റർ ഓഫ് ദി സീക്രട്ട് മിസ്റ്ററീസ്. ആ പുരോഹിത ദൗത്യം 3 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പാരമ്പര്യപരമായിട്ടും ട്രഡീഷണലായിട്ടും മോഡേണായിട്ടും പൗരോഹിത്യ ദൗത്യത്തിൽ ഒരു വ്യത്യാസവും സഭ കാണുന്നില്ല. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. കാലഘട്ടത്തിൻ്റെ അറിവുകളെ തിരിച്ചറിയണമെന്ന് വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് കത്തോലിക്ക സഭയ്ക്ക് ഒരു പരമമായ ദൗത്യമുണ്ട്. കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവജനത്തെ പഠിപ്പിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പൗരോഹിത്യ ദൗത്യം. അതോടൊപ്പം തന്നെ ഈ പൗരോഹിത്യ ദൗത്യം, സഭയുടെ ദൗത്യം ഈ ഭൂമിയിൽ എന്താണെന്ന് മറ്റു മനുഷ്യർക്കും കാണിച്ചു കൊടുക്കുന്നത് പുരോഹിത ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത്, തിരുസഭയുടെ ദൗത്യമാണ് പുരോഹിതനെ സഭ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അജപാലന ശുശ്രൂഷ വഹിക്കുന്ന പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാരമുണ്ട്, അതിൻ്റെ അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹമുണ്ട്, അതിൻ്റേതായ അസ്വസ്ഥതയുമുണ്ട്. ഇന്ന് പൗരോഹിത്യ ജീവിതത്തിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ 1-2 വെല്ലുവിളികളുണ്ട്.
അതിൽ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു വെല്ലുവിളിയാണ്. ആത്മീയ വളർച്ചയ്ക്ക് പൗരോഹിത്യ ജീവിതം ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ചില അജപാലകരുടെ വ്യക്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളില്ലാതെ, ദൈവവചനത്തോട് ആഭിമുഖ്യമില്ലാതെ, സഭയുടെ ദൗത്യം എന്താണെന്ന് അറിയാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ചിലപ്പോഴെങ്കിലും ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരത്തേക്കാൾ കൂടുതൽ ചിലപ്പോഴൊക്കെ ഉപദ്രവവും തടസ്സവുമായി നിൽക്കുന്ന ഒറ്റപ്പെട്ട ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ചിലപ്പോഴെങ്കിലും ഈ വിമർശനം ഉയരുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് പൗരോഹിത്യ ശുശ്രൂഷ ആവശ്യമില്ല എന്നുള്ള ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തെ വിമർശനം പുരോഹിതൻ്റെ മാനുഷിക ഗുണങ്ങളെ ഇന്ന് ചോദ്യം ചെയ്തിരിക്കുകയാണ്. ബീയിങ് ഹ്യൂമൻ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്തയാണ്. ചിലപ്പോഴെല്ലാം അനുദിന ജീവിതത്തിൽ, അരപാലന ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില ബലഹീനതകൾ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ, മാനുഷികതയില്ലാതെയും മനുഷ്യത്വമില്ലാതെയും പെരുമാറിയ ചില സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരു വലിയൊരു വിമർശനം ഉയരുന്നുണ്ട്. പുരോഹിതൻ്റെ മാനുഷികത എന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. സഭാപിതാവായ ഇരണേവൂസ് പറഞ്ഞു, ദൈ ഗ്ലോറിയ ഹോമോ വീരൻസ്, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ഹ്യൂമൻ ബീയിങ് ഫുള്ളി അലൈവ്. ദൈവമഹത്വം എന്ന് പറയുന്നത് മാനുഷികതയുടെ പൂർണ്ണതയിലാണ് ദൈവികതയുടെ തിരയിളക്കം. ഒരു വ്യക്തിക്ക് ആത്മീയതയുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അടയാളം ആ വ്യക്തി എന്തുമാത്രം മാനുഷികമായി പെരുമാറുന്നു എന്നുള്ളതാണ്. അജപാലന ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെയും ജനത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഈ ദൗത്യം പേർന്ന പുരോഹിതന് ചിലപ്പോഴൊക്കെ മാനുഷിക തലത്തിൽ വീഴ്ചകൾ വരുമ്പോൾ പറയുന്നു, പുരോഹിതൻ്റെ മാനുഷിക അംശത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു പ്രവണതയും നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്ന പൗരോഹിത്യ ശുശ്രൂഷയെ തന്നെ, പ്രീസ്റ്റ്ലി മിനിസ്ട്രിയെ തന്നെ ഇന്ന് ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നല്ല രീതിയിൽ വചനം പ്രഘോഷിക്കാൻ അറിയാവുന്ന, കാര്യങ്ങളെ നല്ല രീതിയിൽ ക്രമീകരിക്കാൻ അറിയാവുന്ന ധാരാളം ആത്മായ സഹോദരങ്ങൾ ഇന്ന് സഭയുടെ അഴകാണ്, സഭയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ്. അവരോടൊപ്പം പലപ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ ചില വൈദികരെങ്കിലും അസ്വസ്ഥരാകുകയും വചനം വ്യക്തമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ അറിയാതെ വരികയും ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രീസ്റ്റ്ലി മിനിസ്ട്രിയെ തന്നെ, പൗരോഹിത്യ ദൗത്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരിക്കലും ഒരു പൗരോഹിത്യ ജീവിതത്തെയോ പുരോഹിതൻ്റെ ജീവിതത്തെയോ നിസ്സാരവൽക്കരിക്കാനോ അതോടൊപ്പം തന്നെ ന്യായീകരിക്കാനോ ഉള്ളൊരു കാര്യമല്ല. 2008 പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ലൈഫ് പുരോഹിത ജീവിതത്തെ പറ്റിയുള്ള വിശദമായ പഠനത്തിന് ശേഷം 2-3 കാര്യങ്ങൾ പുരോഹിതരെ ഓർമ്മിപ്പിച്ചു. ഒന്നാമതായിട്ട്, പുരോഹിതരിൽ ദൈവജനം അർപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസം കളഞ്ഞു കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സീക്രട്ട് ട്രസ്റ്റ്, ദൈവജനത്തിന് പുരോഹിതരിൽ ഒരു വിശ്വാസമുണ്ട്. ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ക്രൈസ്റ്റ്, ആൾട്ടർ ക്രിസ്തു, മറ്റൊരു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഉപകരണമാണ്. ഈ 2 കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും ദൈവജനത്തിന് പുരോഹിതരോട് ഒരു വിശ്വാസതയുണ്ട്. ആ വിശ്വസ്തത കളഞ്ഞു കുളിക്കരുതെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് 2008 പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ലൈഫ്. വിശുദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോൾ പലപ്പോഴും ദൈവജനം പുരോഹിതന് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചൊല്ലാറുണ്ട്. സത്യത്തിൽ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോമിശിഹായ്ക്കാണ് സ്തുതി കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ആ ഒരു പുരോഹിതൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് മുമ്പേ യേശുവിൻ്റെ നാമത്തിൽ ഇതുപോലെ നിന്ന അനേകം വ്യക്തികളുണ്ട്. ഈ വിശുദ്ധ വസ്ത്രത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് മുമ്പേ സഞ്ചരിച്ച ഒരുപാട് വൈദികരുണ്ട്. അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഇന്ന് ഈ ദൈവജനം പറയുന്നത് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ വസ്ത്രത്തെ അവഹേളിക്കുന്ന മറ്റു ചിലരുമുണ്ട്. ഒരുപക്ഷെ അവരെ അത് പ്രേരിപ്പിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഈ വസ്ത്രവും ധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാതെ, ദൈവവചനം പഠിപ്പിക്കാതെ, ദൈവജനത്തെ നയിക്കാതെ, ദൈവജനത്തെ വിശുദ്ധീകരിക്കാതെ ഈ വിശുദ്ധ വസ്ത്രം ഇട്ടുകൊണ്ട് നിന്നപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കാം മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഹിതരെ അവഹേളിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകുക. അതുകൊണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതി ചെല്ലിയാലും സ്തുതി ചെല്ലിയില്ലെങ്കിലും പുരോഹിതൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ സുപ്രിയാൻ പഠിപ്പിച്ചതുപോലെ ദൈവകാരുണ്യത്തിൻ്റെ വിതരണക്കാരനായിട്ടാണ് ദൈവം തമ്പുരാൻ പുരോഹിതനെ നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവജനത്തിന് ദൈവകൃപ വിതരണം ചെയ്യാനായിട്ട് ദൈവം തമ്പുരാൻ നിയമിച്ചിരിക്കുന്ന വ്യക്തിയാണ് പുരോഹിതനെന്ന്. അവിടെയാണ് എഫ്രേം പുണ്യവാളൻ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. പൗരസ്ത്യ പിതാവായ എഫ്രേം കൃത്യമായിട്ട് പറഞ്ഞു പുരോഹിതൻ്റെ ദൗത്യം എന്താണെന്ന്. പ്രവർത്തികൾ കൊണ്ട് പ്രചോദിപ്പിക്കുന്നവനാണ് പുരോഹിതൻ. പ്രവർത്തികൾ കൊണ്ട് പ്രചോദിപ്പിക്കുന്നതന്നെ ദൈവത്തിൻ്റെ വചനം സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി ദൈവജനത്തെ പ്രവർത്തികൾ കൊണ്ട് പ്രചോദിപ്പിക്കുന്നവൻ പുരോഹിതൻ. രണ്ടാമതായിട്ട് എഫ്രേം പുണ്യവാളൻ പറയുകയാണ്, പുരോഹിതൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മുഖം സ്വന്തം മുഖത്ത് തെളിയിച്ചവനായിരിക്കണം പുരോഹിതൻ. സ്വന്തം മുഖം
യേശുവിൻ്റെ മുഖമായി അവതരിപ്പിക്കുന്ന ഒരു തരം കൃപയുടെ തിളക്കമാർന്ന സാക്ഷ്യം, എ ഷൈനിങ് സൈൻ ഓഫ് ഗ്രേസ്. ദൈവജനത്തിൻ്റെ മുൻപിൽ ദൈവകൃപയുടെ പ്രകാശഗോപുരമായി മാറുക എന്നുള്ളതാണ് പുരോഹിത ദൗത്യം. മൂന്നാമതായിട്ട് എഫ്രൈൻ പുണ്യാളൻ വീണ്ടും പറയുകയാണ്, സ്വയം ബലിയായി മാറുന്നവനാണ് പുരോഹിതൻ. കളങ്കമറ്റ കണ്ണാടിയായി സ്വയം ബലിയായി മാറുന്നവനാണ് പുരോഹിതൻ. ഇന്നും പൗരോഹിത്യത്തെ പറ്റിയുള്ള സഭയുടെ കാഴ്ചപ്പാടുകൾ വളരെ മനോഹരമാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യ ജീവിതത്തിലുണ്ടാകുന്ന ചില ബലഹീനതകളുടെയും ചില കുറവുകളുടെയും മേലിൽ പൗരോഹിത്യ ജീവിതത്തെ തന്നെ താറടിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ വരുമ്പോൾ ദൈവജനത്തോട് പുരോഹിതർക്കൊരു വലിയ കടപ്പാടുണ്ട്. പൊന്റിഫിക്കൽ കൗൺസിൽ ആവർത്തിച്ച് പറയുന്നത് പോലെ പുരോഹിതരിലേക്ക് ദൈവജനം സമർപ്പിച്ചിരിക്കുന്ന വിശുദ്ധമായ വിശ്വാസം കളഞ്ഞു കുളിക്കരുത്. രണ്ടാമതായിട്ട്, വാക്കാലും പ്രവർത്തിയാലും ഒരു വിധത്തിലും പുരോഹിതൻ ദൈവജനത്തിന് സ്കാൻഡലായി മാറരുത്, ഉതപ്പായി മാറരുതെന്ന് സഭ ശക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് പറയുകയാണ്, പുരോഹിതൻ തൻ്റെ വാക്കാലും പ്രവർത്തിയാലും സഭാഹൃദയത്തെ ഒരു വിധത്തിൽ മുറിപ്പെടുത്തരുത്, ആഴത്തിൽ മുറിപ്പെടുത്തരുത്. നാളെ സഭാഹൃദയത്തെ മുറിപ്പെടുത്തിയത് പുരോഹിതനാണെന്ന് ദൈവജനത്തെ കൊണ്ട് പറയിക്കാതിരിക്കാനുള്ള പരമമായ ഉത്തരവാദിത്വം പുരോഹിതനുണ്ട്. നാലാമതായിട്ട് വീണ്ടും പറയുകയാണ്, മാന്യമായി ജീവിക്കുന്ന വിശുദ്ധമായ ജീവൻ നയിക്കുന്ന ധാരാളം വൈദികരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് കൃപയില്ലാത്ത ഏതാനും ചില വ്യക്തികളുടെ മാനുഷിക വളർച്ചയിൽ, ഭൗതിക വളർച്ചയിൽ, മാനുഷിക വളർച്ചയിൽ പരിമിതികളുള്ള ഏതാനും ചില വ്യക്തികളുടെ പ്രവർത്തനം മൂലമാണ് സഭാജീവിതത്തിൽ പുരോഹിതരുടെ പേര് കളങ്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടാകുന്നത്. അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിക്കുകയുണ്ടായി, പുരോഹിതരോട് പറഞ്ഞു, ദൈവജനത്തെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുമ്പോൾ പുരോഹിതർക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ പുരോഹിതർ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില രോഗങ്ങളെപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ഒന്നാമത്തെ രോഗമെന്ന് പറയുന്നത്, ഒരു വൈദിക ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗമെന്ന് പറയുന്നത് അമർത്യരും പ്രതിരോധശേഷിയുള്ളവരും അനിവാര്യരുമാണെന്നുള്ള ഒരു സ്വയം ചിന്ത. മരണമില്ലാത്ത വ്യക്തിയാണെന്നും എന്നെ പ്രതിരോധിക്കാനായിട്ട് വേറെ ആർക്കും സാധിക്കുകയില്ലെന്നുള്ള അഹന്തയുടെ ഒരു ചിന്ത ചിലപ്പോഴൊക്കെ പൗരോഹിത്യ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്കമിട്ട് നിരത്തുകയാണ്. പൗരോഹിത്യ ജീവിതത്തിലെ ഒന്നാമത്തെ കുഷ്ഠമെന്ന് പറയുന്നത് ലെപ്രസി ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് അമർത്യരും പ്രതിരോധശേഷിയുള്ളവരും അനിവാര്യരുമാണെന്ന്. കത്തോലിക്ക സഭയിലെ ദൈവജനത്തെ നയിക്കാനുള്ള ഒരു കണ്ണിയാണെന്നുള്ള പരമസത്യം മനസ്സിലാക്കാതെ ദൈവജനത്തിൻ്റെ ശുശ്രൂഷകരാണ്. ശുശ്രൂഷ പൗരോഹിത്യമാണ്, ദൈവജനത്തെ ശുശ്രൂഷിക്കാനുള്ള ദൗത്യമാണ്, ദൈവജനത്തിൻ്റെ ദാസ്യവേലയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള പരമ സത്യം മനസ്സിലാക്കാതെ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് ഭാവിക്കുന്ന ചിന്താഗതികൾ ഉപേക്ഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. രണ്ടാമതായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ഇന്ന് പുരോഹിതരെ ബാധിച്ചിരിക്കുന്ന രണ്ടാമത്തെ രോഗമെന്ന് പറഞ്ഞ് മർത്തായിസമാണ്. എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യുക, ഒരു പ്രദേശത്തിൻ്റെ സോഷ്യൽ വർക്കുകൾ, ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും മരാമത്ത് വർക്കുകളെല്ലാം പുരോഹിതൻ തൻ്റെ സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. മർത്തായിസം എന്ന് പറയുന്നത് പൗരോഹിത്യ ജീവിതത്തെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പുരോഹിതർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാമതായിട്ട് പറയുകയാണ്, ആത്മീയമായും മാനസികമായും കഠിനമാകൽ, ഒരു തരത്തിലുള്ള യന്ത്രമായി മാറുക. ഒരുപാട് ജോലിയും പണിയും ചെയ്തു തീർക്കേണ്ട പേരിൽ, മരാമത്ത് പണികളും സോഷ്യൽ വർക്കിൻ്റെയും എല്ലാം പേരിൽ ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കേണ്ട അനുഭവം ചിലപ്പോഴൊക്കെ പുരോഹിത ജീവിതത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതൻ്റെ മനസ്സ് യന്ത്രമാകാതിരിക്കാൻ, ഒരു മെഷീനായി മാറാതിരിക്കാൻ പുരോഹിതൻ ശ്രദ്ധിക്കണമെന്ന് മൂന്നാമത്തെ രോഗത്തെപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്. നാലാമതായിട്ട് പറഞ്ഞത് അമിതമായ ആസൂത്രണവും ഒരു അക്കൗണ്ടൻ്റ് മനോഭാവവും. വളരെ സയൻറ്റിഫിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്, ദൈവജനത്തെ നയിക്കുകയാണ്, ദൈവജനത്തെ വിശുദ്ധീകരിക്കുകയാണെന്നുള്ള പച്ച പരമാർത്ഥം ചിലപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ ജീവിത വ്യഗ്രതയിൽ പുരോഹിതൻ മറക്കുന്നു. ഈ മറവി പാപമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിത ജനത്തെ ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമതായിട്ട് പറയുകയാണ് ആത്മീയമായ മറവി രോഗം. ഒരു ആത്മീയ മറവി രോഗം പുരോഹിത ജീവിതത്തിൽ നിരന്തരമായ അനുഭവങ്ങളിലൂടെയും തിക്താനുഭവങ്ങളുടെയും സങ്കടങ്ങളിലൂടെയും ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലപ്പോഴെല്ലാം ഒരു നിസ്സഹായാവസ്ഥയും ഒരു മറവി രോഗവും എവിടെ നിന്നാണ് വന്നത്? സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നുണ്ട്, ദൈവജനത്തെ ശുശ്രൂഷിക്കാനും ദൈവത്തിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവം നിന്നെ വിളിച്ചത് നീ നിസ്സാരമായ കാര്യമായി പരിഗണിക്കരുത്. ദൈവത്തിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവജനത്തിന് സേവനം ചെയ്യുവാനായിട്ട് ദൈവം തമ്പുരാൻ നിന്നെ വിളിച്ചത് നിസ്സാരമായ കാര്യമായി പുരോഹിത നീ കാണരുത്. അവിടെയാണ് മലാക്കി പ്രവാചകരുടെ വീണ്ടും പറഞ്ഞത്, നീ അതരത്തിൽ ജ്ഞാനം നിറയ്ക്കണം.
എൻ്റെ ജനം എന്ന് വഴിതെറ്റുന്നതിൻ്റെ കാരണം പുരോഹിതൻ എന്ന് ദൈവജനത്തിന് ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. വിലകെട്ടോ പറയാതെ സത്യം മാത്രം സംസാരിക്കാൻ പുരോഹിതന് തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർപ്പെടുത്തുകയാണ്. പ്രീസ്ബിറ്റരും ഓർഡിനൻസ് എന്ന് പറയുന്ന പൗരോഹിത്യ ധർമ്മവും പുരോഹിത ജീവിതവും എന്ന് പറയുന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റിൽ 4-ാമത്തെ നമ്പറിൽ പറയുകയാണ്, പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വചനപ്രഘോഷമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവജനത്തെ പഠിപ്പിച്ചു കൊടുക്കുക, വിശദീകരിക്കുക. ടീച്ചർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വചനപ്രഘോഷമാണെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പുരോഹിത ജീവിതത്തെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് പൊങ്ങച്ചത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും രോഗം. ഈ കമ്പോള സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഉപഭോഗ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ പൊങ്ങച്ചത്തിൻ്റെയും മറ്റുള്ളവരുമായുള്ള മാത്സര്യത്തിൻ്റെയും ഒരു മത്സരബോധം ഉള്ളിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. സമീപ ഇടവകളുമായിട്ടുള്ളതും പള്ളി പണിയുന്ന കാര്യത്തിലായിട്ടാട്ടെ മറ്റു മേഖലകളിലാകട്ടെ സംഘടനാ പ്രവർത്തനങ്ങളിലാകട്ടെ ഒരു മാത്സര്യത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും തലം പൗരോഹിത്യ ജീവിതത്തിൽ അജപാലന മേഖലയിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള ഒരു നിസ്സംഗത പൗരോഹിത്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മറ്റൊരു മാരക രോഗമാണ് നിസ്സംഗത. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു പുരോഹിതനല്ലേ കടന്നുപോയി മുറിവേറ്റ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ചില കടമകൾ കൊണ്ടോ മറ്റു ചില പ്രത്യേകതകൾ കൊണ്ടോ കടന്നു പോവുകയാണ്. ഇനി രണ്ടാമത് വേറൊരു വ്യക്തിയും കടന്നു വരുന്നുണ്ട്, അദ്ദേഹത്തിന് ജോലി തിരക്കിണയിൽ അദ്ദേഹം കടന്നു പോവുകയാണ്. മൂന്നാമത് കടന്നു വന്നൊരു മനുഷ്യൻ മുറിവേറ്റവൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതത്തെ തന്നെ തൻ്റെ പ്രാണനെ തന്നെ മുറിച്ചു കൊടുക്കാൻ തയ്യാറാകുകയാണ്. നിസ്സംഗത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഭാവമാണ്. അത് പൗരോഹിത്യ ജീവിതത്തെ മാത്രമല്ല കുടുംബജീവിതത്തെയും സന്യാസ ജീവിതത്തെയൊക്കെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഭാവമാണ് നിസ്സംഗത എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഒരു രോഗം പുരോഹിത ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരു മരണ വീട്ടിലെ മുഖം, പരുഷമായ ചില ജീവിത രീതി, സംസ്കരിക്കപ്പെട്ട പുരുഷത്വം, അത് പൗരോഹിത്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സംസ്കരിക്കപ്പെട്ട മനുഷ്യർ, പിതൃത്വം നിറഞ്ഞവർക്ക് പൗരോഹിത്യം ഇണങ്ങും, മാതൃത്വം നിറഞ്ഞവർക്ക് സന്യാസം ഇണങ്ങും. പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചുകുട്ടികളോടും മുതിർന്നവരോടും ഇടവകയിലെ ഒരു കുടുംബത്തിലെ വിവിധ അംഗങ്ങളോട് പെരുമാറുവാനായിട്ടുള്ള ഒരു നൈസർഗികമായ ഒരു പിതൃത്വത്തിൻ്റെ ഭാവം ഇന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിതരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, മറ്റൊരു രോഗം അപൂർവമെങ്കിലും വളരെ കുറച്ചെങ്കിലും വൈദികരെ ബാധിക്കുന്നതാണ് സമ്പാദനത്തിൻ്റെ രോഗം. സമ്പാദനത്തിന് ഭൗതിക വസ്തുക്കൾ സ്വരുക്കൂട്ടാനായിട്ട് ശ്രമിക്കുന്നതാണ്. വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പുരോഹിത ജീവിതം മനുഷ്യ നന്മയ്ക്കും മനുഷ്യ സേവനത്തിനും വേണ്ടി ഉള്ളതായകയാൽ പുരോഹിതര് കളങ്കമറ്റവരും ജ്ഞാനത്താൽ നിറഞ്ഞവരുമായിരിക്കണമെന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് പുരോഹിതരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പുരോഹിത ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ചില പുഴുക്കുത്തുകളെ, ചില രോഗങ്ങളെ സഭ ഔദ്യോഗികമായിട്ട് സഭയുടെ സഭാതലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ എടുത്തു ചൂണ്ടിക്കാണിക്കുമ്പോൾ സമീപകാലത്തുണ്ടാകുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളുമൊക്കെ പുരോഹിത ജീവിതത്തിലേക്ക്, സ്വന്തം ധർമ്മത്തിലേക്ക് ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്താൻ, ഒരു ആത്മവിമർശനം നടത്താനായിട്ടുള്ള സമയമായി. വിമർശനം കേട്ട് ഭയപ്പെടുക എന്നുള്ളതല്ല, ദൈവം അനുവദിക്കാതെ ഒരു വിമർശനവും ഉണ്ടാകുന്നില്ല. വിമർശനങ്ങളൊക്കെ വിശുദ്ധീകരിക്കാനുള്ള സമയമാണ്. വിമർശനങ്ങളൊക്കെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും പൗത്രീകരിക്കാനും പക്വമാകാനുമുള്ള അവസരങ്ങളാണ്. പരിക്കുകളൊക്കെ നമ്മളെ പരുക്കന്മാരാക്കി മാറ്റുകയല്ല, പരുവപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ജീവിതത്തിലുണ്ടാകുന്ന ചില മുറിവുകൾ, ചില അറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു നൽകുന്നത്. പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ്, ഒരു പാഠമായിട്ടാണ്. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഒരുപക്ഷെ സമൂഹ ജീവിതത്തിൽ ചില വീഴ്ചകളും കുറവുകളും പരിമിതികളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മവിമർശനത്തിനും സെൽഫ് ക്രിറ്റിസിസത്തിനും സെൽഫ് കറക്ഷനും സെൽഫ് റിയലൈസേഷനും ഒരു റീകമ്മിറ്റ്മെൻറ്റിനുമുള്ള സമയമായിട്ടാണ് വിമർശനത്തെ കാണാനുള്ളത്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ എനിക്കെങ്ങനെ അല്പം കൂടി എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു സ്വയചിന്തയാണ് ഓരോ പുരോഹിതനും ഈ കാലഘട്ടത്തിൽ ഉണർത്തേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ് പൗരോഹിത്യ ധർമ്മം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കലാണെന്ന പരമമായ സത്യം തിരിച്ചറിഞ്ഞ് വചനത്തിലേക്ക് തിരിച്ചു പോവുക. നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വചനം. ആ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്.
ദൈവത്തിൻ്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുവരുന്നത്. ആദ്യ ഭാവവും ദൈവവചനത്തിൻ്റെ തിരസ്കരണമായിരുന്നു. ആദ്യ കുടുംബത്തിൻ്റെ വീഴ്ച ദൈവവചനത്തിൻ്റെ തിരസ്കരണമാണ്. പൗരോഹിത്യ ജീവിതത്തിൻ്റെയും തിരസ്കാരം. എന്ന് പുരോഹിതൻ വിശുദ്ധ കുർബാനയെയും ദൈവവചനത്തെയും തിരസ്കരിച്ചോ അന്ന് ആ പൗരോഹിത്യ ജീവിതത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. എന്നൊരു കുടുംബത്തെ കൂട്ടിവെച്ച വിശുദ്ധ കുർബാനയെയും വചനത്തെയും തിരസ്കരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ആ കുടുംബത്തിനും അസ്വസ്ഥതകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവവചനത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് ഈ കാലഘട്ടം നമ്മെ ആവശ്യപ്പെടുന്നത്. ദൈവം നമ്മെ നിർത്തിയ സ്ഥലത്ത് നിൽക്കുക, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം മാത്രം ചെയ്യുക. മധ്യസ്ഥൻ എന്ന് പറയുന്നത് ജനത്തിൻ്റെയും ദൈവത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ മധ്യസ്ഥ ദൗത്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പുരോഹിതനാകുന്നത്, ബലി അർപ്പിച്ച് പുരോഹിതനായിത്തീരുകയാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവൻ അവകാശമാക്കിയ നാമം. പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് വട്ടം കിട്ടിയത് കൊണ്ട് വെറും ഒരാളൊരു പുരോഹിതനായി മാത്രം മാറുകയല്ല, ബീയിങ് എ പ്രീസ്റ്റ് ആൻഡ് ബിക്കമിങ് എ പ്രീസ്റ്റ് ആയിത്തീരണം. അനുദിന ജീവിത അനുഭവങ്ങളിലൂടെ. പെയിൻ ഈസ് ദ ബെസ്റ്റ് മാസ്റ്റർ. വേദനയിലൂടെയും കണ്ണുനീരിലെ ഉരുക്കി വാർക്കപ്പെട്ട ഒരു ജീവിതമാണ് ഇന്ന് പുരോഹിതൻ്റെ. മരിയാവിയാനിയെ പോലെയുള്ള വ്യക്തികൾ, ദൈവജനം പറയുന്നുണ്ട്, മരിയാവിയാനിയെ കാണുന്ന അവസരം, വിശുദ്ധ മരിയാവിയാനിയെ കാണുന്ന അവസരത്തിലൊക്കെ ദൈവജനത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വിശുദ്ധനായ വൈദികൻ്റെ അടുത്ത് പോയി ഒന്ന് കുമ്പസാരിക്കണമെന്നത്. അതുകൊണ്ട് ഫ്രാൻസ് മാർപ്പാ പറയുകയാണ്, കാരുണ്യമില്ലാത്തവൻ കുമ്പസാരക്കൂട്ടിലേക്ക് നീങ്ങാതിരിക്കട്ടെ എന്ന്. ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് കരുണയുടെ പുഴയായി ഒഴുകിയിറങ്ങുന്നവനാണ് പുരോഹിതൻ. ഇന്നത്തെ കാലഘട്ടത്തിലെ പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ മുറിവുകളെ ഉണക്കുവാനും ദൈവജനത്തെ ഉജ്ജ്വലിപ്പിക്കുവാനും സാധിക്കുന്ന ചൈതന്യമുള്ള പുരോഹിതരെയാണ് ഇന്ന് വേണ്ടതെന്ന് ഫ്രാൻസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുമ്പോൾ സഭയിലെ ഓരോ പുരോഹിതനും അവനവൻ്റെ ദൗത്യത്തിലേക്കും അവനവൻ്റെ ജീവിത രീതിയിലേക്കും ജീവിതധർമ്മത്തിലേക്കും തിരിച്ചു പോകണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർണോൾഡ് ജോസഫ് ടോയിൻബി എന്ന ബ്രിട്ടീഷ് ഫിലോസഫറും ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനുമാൻ്റെ ഒരു പുസ്തകമാണ് സിവിലൈസേഷൻ ഓൺ ട്രയൽ. സംസ്കാരങ്ങളെപ്പറ്റി ഈ ലോകത്തിൽ ഏറ്റവും അധികം സയൻറ്റിഫിക്കായി പഠിച്ച ഒരു വ്യക്തിയാണ് ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനായ ആർണോൾഡ് ടോയിൻബി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓരോരോ സംസ്കാരവും എങ്ങനെയാണ് നശിച്ചു പോയത്, ചില സംസ്കാരങ്ങൾ എങ്ങനെയാണ് നശിക്കാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹം ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. ഓരോരോ കാലഘട്ടത്തിലും ചില വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ട്, ചലഞ്ചസ്. ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റേതായ കുടുംബജീവിതത്തിലാകട്ടെ, സമർപ്പണ ജീവിതത്തിലാകട്ടെ, സന്യാസ ജീവിതത്തിലാകട്ടെ, രാഷ്ട്രീയ ജീവിതത്തിലാകട്ടെ, ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റേതായ വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കും, ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, റെസ്പോൺസ് എന്ന് പറയും. അതിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രത്യുത്തരം. ഓരോരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളോട് ആ കാലഘട്ടത്തിലെ ദൈവജനം എങ്ങനെ പ്രതികരിക്കുന്നു, അതനുസരിച്ചാണ് ആ സമൂഹത്തിൻ്റെയും ആ സമുദായത്തിൻ്റെയും നിലനിൽപ്പ്. ഇത് ഒരു പുരോഹിത ജീവിതത്തിലേക്ക് നമ്മൾ പ്രായോഗികമാക്കി ചിന്തിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ, ദൈവജനം പ്രബോധനത്തിലും വളർച്ചയിലും വിദ്യാഭ്യാസ മേഖലയിലും വളർന്നിരിക്കുകയാണെന്നുള്ള ഒരു ഒന്നാമത്തെ സത്യം പുരോഹിതരിന്ന് മനസ്സിലാക്കിയ മതിയാവും. അതുകൊണ്ട് പുരോഹിത പരിശീലനത്തിൽ പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുന്ന ഒരു പരിശീലന രീതി ഇന്ന് പുരോഹിത ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിക്കൊണ്ടിരിക്കുക. ഫ്രാൻസ് മാർപ്പാപ്പ പറഞ്ഞു, ദൈവജനത്തിൻ്റെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ നാഡീചരമ്പിലേക്ക് സുവിശേഷ മൂല്യങ്ങൾ കുത്തിവയ്ക്കാൻ കഴിവുള്ള യുവവൈദികരെയാണ് സഭയ്ക്കിന്ന് ആവശ്യം. മുറിവേറ്റവരെ ചികിത്സിക്കുന്ന, മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുന്ന, ദൈവജനത്തിൻ്റെ ഹൃദയത്തെ, മന്ദീഭവിച്ച ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കാൻ കഴിവുള്ള പുരോഹിതരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യമെന്ന്. അതുകൊണ്ടാണ് പ്രീസ്പിറ്റിനും ഓർഡിനൻസ് നമ്പർ 17-ാമത്തെ നമ്പറിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് പുരോഹിതർ ഒരു കാര്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും മാറി നിൽക്കണം. വൈദിക ധർമ്മവും പുരോഹിത ജീവിതം എന്ന് പറയുന്ന 17-ാമത്തെ നമ്പറിൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വൈദികർ ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ഏത് വിധത്തിലുള്ള കച്ചവട വഴികളിൽ നിന്ന് ശ്രദ്ധാപൂർവം അകന്നു മാറുകയും ചെയ്യണം. വൈദികർ ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ഏത് വിധത്തിലുള്ള കച്ചവട വഴികളിൽ നിന്നും ശ്രദ്ധാപൂർവം അകന്നു മാറുകയും ചെയ്യണമെന്ന്. അമിതമായ സമ്പത്ത് എന്നും അരൂപിയെ കെടുത്തിയിട്ടേ ഉള്ളൂ. അഹന്തയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് അഭിഷേകം ഉണ്ടാവില്ല. ഇന്ന് പലപ്പോഴും ദൈവജനത്തിൻ്റെ ഇടയിൽ പുരോഹിത ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ അഭിഷേകമില്ലായ്മയുടെ കാരണം അഹന്ത നിറഞ്ഞ ഒരു ജീവിത ശൈലിയും അത്യാഗ്രഹത്തിൻ്റെ വഴിയിലൂടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ കടന്നു പോകുമ്പോൾ കാലുതെന്നി വീഴുന്ന അവസരത്തിൽ അനുഗ്രഹമില്ലാതെ പോകുന്നു, അഭിഷേകമില്ലാതെ പോകുന്നു. അതുകൊണ്ട് മലാക്കി പ്രവാചകൻ പറഞ്ഞതിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്, പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം നിറയ്ക്കണം, ദൈവജനം പ്രബോധനം തേടി അവൻ്റെ അടുത്ത് വരണം. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ആഗോള ഗ്രാമത്തിൽ വികലങ്ങളായ ആശയങ്ങൾ ദൈവജനത്തിലേക്ക് കുത്തിവെക്കുന്ന അനേകം പരിശ്രമങ്ങൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് സുവിശേഷ മൂല്യങ്ങൾ യഥാവിധത്തിൽ ദൈവജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ യുവജനങ്ങൾക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസ പരിശീലനം കൊടുക്കുമ്പോൾ, വിശ്വാസ പരിശീലനം കൊടുക്കുമ്പോൾ പുരോഹിതർ ശ്രദ്ധിക്കണമെന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീ ഫലമേറ്റ വിശിഷ്ടദാനം. അത് സമുന്നതമാണ്, മഹനീയമാണ്. അത് ജീവിക്കുകയാണെങ്കിൽ, ആയിത്തീരുകയാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ കാപ്പയണിയിച്ചുകൊണ്ട് പുരോഹിതനോട് മെത്രാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, നീതിയുടെ വസ്ത്രം ദൈവം നിന്നെ എന്നേക്കുമായി അണിയിക്കട്ടെന്ന്. നീതിയുടെ വസ്ത്രമാണ് കാപ്പയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ നീതിയുടെ വിശുദ്ധ വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്ന ഓർക്കുമ്പോൾ, ഏതൊരു പുരോഹിതനും തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട്. ദൈവജനത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്, ദൈവത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൻ്റെ ഉമിത്തി ഉള്ളിൽ നിന്ന് ഉണരുവാൻ ആണ് വിശുദ്ധ കുർബാനയും വചനവും പുരോഹിതൻ്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പുരോഹിതൻ ഐഡലായി മാറുകയല്ല, ഐക്യനായി മാറുകയാണ്. ഫ്രഞ്ച് തിയോളജിയനായ പോൾ റിക്കർ പറഞ്ഞതുപോലെ പുരോഹിതൻ ഒരിക്കലും ഒരു ഐഡലായി മാറുകയല്ല വേണ്ടത്, പുരോഹിതൻ ഒരു ഐക്യനായി മാറുകയാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് തിയോളജിയനായ മാരിയോണും ഈ ഒരു ആശയം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. പുരോഹിതൻ ഒരിക്കലും ആൾദൈവമാകാൻ പാടില്ല. പുരോഹിതൻ യേശുവിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ക്രൈസ്റ്റ്, പുരോഹിതൻ യേശുവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാറാൻ എല്ലാ പുരോഹിതരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ഈശോയുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ പുരോഹിതരിലും സമൃദ്ധമായി നിറയാൻ നമുക്കും പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോയെ ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന, ഞങ്ങളെ പഠിപ്പിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന എല്ലാ പുരോഹിതരെയും വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ എന്ന് ദൈവജനത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.